ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ എടുക്കാൻ വേണ്ടി ഒരു പ്രത്യേക ആംബിയൻസ് നോക്കിയത്, പക്ഷേ ഇതെന്നെ ജയിലിലിട്ട പോലെ ഉണ്ടല്ലേ, അതുകൊണ്ട് വേണ്ട എടുക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ദിസ് വീഡിയോസ് എക്സ്ക്ലൂസീവ്ലി മെയ്ഡ് ഫോർ ടോക്കറ്റീവ് ഗേൾസ്. നമ്മുടെ അടുത്ത് മാത്രം ആൾക്കാർ കാണുമ്പോൾ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. അതൊക്കെ എൻ്റെ ലൈഫ് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ലൈക്ക് ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ആ നാട്ടിലുള്ള എല്ലാ മനുഷ്യരെയും ഞാൻ എത്തിയിരുന്നു. അപ്പോൾ എൻ്റെ അമ്മയോട് ചോദിക്കും, നടുക്കത്ത് കൊച്ച് വന്നില്ലേ എന്ന്. അങ്ങനെ പ്രത്യേകമായ നാട്ടുകാരെ ആകർഷിക്കാനുള്ളൊരു കഴിവ് അത് നമുക്കുണ്ട്. രണ്ടാമത്തെ കാര്യം, ചില പ്രായമായവർക്ക് ഇത്രയും സംസാരിക്കുന്ന ഇഷ്ടമായിരിക്കില്ല. അപ്പോൾ അവർ പറയും, എന്തൊരു കഷ്ടമാണിത്. ചിലവർ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയും, നിങ്ങൾ എങ്ങനെ ഈ കുട്ടീനെ സഹിക്കുന്നു, നിങ്ങൾക്കൊരു ഓസ്കാർ തരണം കേട്ടോ. ഇനി കുറച്ച് പേര് പറയും, ഇതിന് മ്യൂട്ട് സ്വിച്ച് ഇല്ലേ. ഇനി ചില ആൻറ്റിമാരൊക്കെ പറയും, എൻ്റെ ദൈവമേ ദുലു എന്തൊരു സംസാരമല്ലേ, ദുലു നിർത്തുന്നില്ലല്ലോ, എൻ്റെ മിനിയെ കെട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ നീ ഇതിനെ വല്ല സൈലൻ്റ് ആയിട്ടുള്ള ഒരു പയ്യന് കെട്ടിച്ചു കൊടുത്താൽ മതി, അതാകുമ്പോൾ ഒരാൾ കേട്ടിരിക്കുമല്ലോ എന്ന്. അപ്പോഴേ ഞാൻ തീരുമാനിച്ചു, ആ വിത്തൊക്കെ ഞാൻ മാറ്റാം. അതിലൊന്നും വലിയ കാര്യമില്ല സുഹൃത്തുക്കളെ, അതിലൊന്നും വലിയ കാര്യമില്ല. ഞാൻ എന്നെപ്പോലെ തന്നെ കലകലാൻ സംസാരിക്കുന്ന ഒരാളെ കെട്ടണമെന്നൊക്കെ ഞാൻ അന്ന് വാശിക്ക് പറയുമായിരുന്നു. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു പോസിറ്റീവ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് എല്ലാ സമയങ്ങളിലും അല്ല, എന്നാലും അതായത് ചില വീടുകളിൽ പ്രായമായിട്ടുള്ളവർ മാത്രമുള്ള വീടുകൾ, അല്ലെങ്കിൽ എന്താ പറയുക, മക്കളൊന്നും ഇവിടെ ഇല്ല, പഠിക്കാൻ പോയേക്കുമായിരിക്കും, അങ്ങനെയുള്ള ചില വീടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് നമ്മൾ കാണുന്നത് ഒരു പ്രത്യേക സമാധാനമായിരിക്കും. കാരണം നമുക്ക് സംസാരിക്കാനും ഭയങ്കര ഇഷ്ടമാണ്, അവർക്ക് സംസാരിക്കാനും ആൾക്കാരുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ സംസാരം കേൾക്കുന്നതേ അവർക്കൊരു ആശ്വാസമായിരിക്കും. അപ്പോൾ ഞാനൊക്കെ വരാൻ വേണ്ടി നോക്കിയിരിക്കുന്ന, എന്നെയൊക്കെ ദേവദൂതരെ പോലെ കാത്തിരിക്കുന്ന ചില വീടുകളുണ്ട്. അത് നമുക്കൊരു അഡ്വാൻറ്റേജ് ആണ്. ഇതുപോലെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളെക്കുറിച്ച് ഡു കമൻറ്റ്. ഓക്കെ, ബൈ.